കർത്താവായ യേശുവിന്റെ മനുഷ്യത്വം. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാവീദിന്റെ കുലത്തിൽ, ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ ഗോത്രത്തിൽ ജഡപ്രകാരം ജനിച്ചതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇവിടെ മനുഷ്യപുത്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു വസ്തുത കൂടെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ താഴ്ച മാത്രം പ്രസംഗിച്ചാൽ പോരാ. വേദപുസ്തകം എല്ലായിടവും പരിശോധിച്ചു നോക്കിയാൽ യേശുവിന്റെ താഴ്ച പറയുന്നിടത്ത് അതിനോട് ബന്ധപ്പെട്ട് യേശുവിന്റെ ഉയർച്ചയും പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ജോസ് മാത്യു സഹോദരൻ ഇവിടെ വായിച്ച ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ താഴ്ച മാത്രം പോരാ. പലരും യേശുവിനെ കല്ലറയിൽ കൊണ്ടുവച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ താഴ്ചയെ കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ആരായിരിക്കുന്നുവെന്നുള്ളതും വിവരിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ഏറ്റവും സുഗ്രാഹ്യമായ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്ന് ഉന്നതനായി നിൽക്കുന്ന യേശുവിനെ നാം നമ്മുടെ വിശ്വാസ കരങ്ങളിൽ എടുത്തുയർത്തിക്കൊണ്ട് നീരാജനം ചെയ്യുക എന്നുള്ളതാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കതറിയാം. 2 വാക്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? എങ്കിലും ദൈവകൃപയാൽ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. നോക്കുക, ആ 9-ാം വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ താഴ്ചയെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ഇനി പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നടത്തിയ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാചക വാക്യത്തിൽ അവരെന്തു പ്രവചിച്ചുവെന്നുള്ള വസ്തുതയും അപ്പോസ്തലനായ പത്രോസ് തന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? അവർ ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ, അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 2 കാര്യങ്ങൾ അവർ പ്രവചിച്ചു. ഒന്ന്, ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങൾ, അതായത് അവന്റെ താഴ്ച. 2, പിൻവരുന്ന മഹിമ, യേശുവിന്റെ മഹത്വം. അപ്പൊ ഞാൻ ഓർപ്പിച്ചതിന്റെ സാരം, യേശുക്രിസ്തുവിന്റെ താഴ്ചയെ ഓർക്കുമ്പോൾ തന്നെ അവിടുത്തെ മഹത്വത്തെയും നാം ദർശിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ യേശുവിന്റെ താഴ്ച മനസ്സിലാക്കിയ യോഹന്നാൻ കർത്താവായ യേശുവിന്റെ മഹത്വത്തെ ദർശിക്കുകയാണ്. അങ്ങനെ ദർശിക്കുമ്പോൾ മനുഷ്യപുത്രനോട് സദൃശൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിലായിരിക്കുമ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കണം. അവിടുന്ന് ദൈവമായിരിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ മനുഷ്യത്വത്തിലാണ് ഇന്ന് യേശു സ്വർഗത്തിലായിരിക്കുന്നത്. ഞാൻ ഈ വെളിപ്പാട് പുസ്തക പഠനം ടിവിയിലൂടെ എടുക്കുന്നുണ്ട്, നിരവധി ആൾക്കാർ കാണുന്നുണ്ട്. ഒരിക്കൽ ഇതെടുത്തപ്പോൾ ഒരു സഹോദരൻ, ബ്രദറുകാരന്റെ നേരം പേര് പറഞ്ഞില്ല, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അംഗീകരിക്കാൻ നോക്കുകയില്ല. ഞാൻ പറഞ്ഞു വേദപുസ്തകം പഠിക്കാൻ പറഞ്ഞു. വേദപുസ്തകം പഠിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് യേശു ആരോഹണം ചെയ്തത് ആത്മാവിലല്ല, ഈ ശരീരത്തോടുകൂടിയാണ്. ഏതൊരു ശരീരത്തിലാണോ യേശു തേജസ്കരിക്കപ്പെട്ടത്, ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടിയാണ് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ആ യേശുവിനെയാണ് ഈ സ്തേഫാനോസ് രക്തസാക്ഷിയായിട്ട് മരിക്കുമ്പോൾ കണ്ടത്. ആ യേശുവിനെയാണ് ഇവിടെയും യോഹന്നാൻ അപ്പോസ്തലൻ മനുഷ്യപുത്രനോട് സദൃശനായി കാണുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ഇന്ന് സ്വർഗത്തിലായിരിക്കുമ്പോഴും അവിടുന്ന് മനുഷ്യ ശരീരത്തിലാണ്, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. അതിനെ സംബന്ധിച്ചാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അതെല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ, മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അപ്പോൾ ഞാൻ ആ ഭാഗം വിടട്ടെ. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. ഞാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് മനുഷ്യപുത്രനായി ഒരു പ്രവാചകനായി വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് സ്വർഗത്തിൽ നമ്മുടെ കർത്താവായ യേശു മനുഷ്യപുത്രനായി ഒരു പുരോഹിതനായി വെളിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ എങ്ങനെയാണ് കണ്ടത്? നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്തു പൊൻകച്ച കെട്ടിയവനായി നിലയങ്കി ധരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ നിലയങ്കി ഇത് മനുഷ്യവാക്കുകൾക്ക് അവർണ്ണനീയമാണ്, അവാച്യമാണ്. യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ വെച്ചൊരു അങ്കി ഉണ്ടായിരുന്നു. പ്രിയ സഹോദരൻ അത് കേൾപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ അങ്കിയെ സംബന്ധിച്ച് യേശുവിന്റെ ക്രൂശ് മരണ സമയത്ത് നാം വായിക്കുന്നുണ്ട്, അവർ ഈ അങ്കി
ഭംഗിക്കായി ചീട്ടിട്ടു, അത് പകുത്തെടുത്തതായി വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലുണ്ടായിരുന്ന യേശുക്രിസ്തുവിന്റെ അങ്കി ശത്രുക്കൾ ഊരിയെടുത്ത് അത് വിഭജിച്ചു ചീട്ടിട്ട് അത് പകുത്തെടുത്തെങ്കിൽ നോക്കുക, അതിനേക്കാൾ സവിശേഷമായ, അതിനേക്കാൾ മഹത്വമേറിയതായ ഒരു നിലയങ്കി ധരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യപുത്രനോട് സദൃശനായ യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. ഈ നിലയങ്കി ധരിച്ച ഈ മനുഷ്യപുത്രൻ 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. വേഗത്തിൽ പറയാം. 1, അദ്ദേഹം പ്രവാചകനായി നമ്മെ ഓർപ്പിക്കുന്നു. 2, ആ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. 3, ക്രിസ്തു ന്യായാധിപൻ. 3 കാര്യങ്ങൾ. 1 പ്രവാചകൻ, 2 പുരോഹിതൻ, 3 ന്യായാധിപൻ. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വെച്ച് പ്രവാചകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അവിടുന്ന് പുരോഹിതനാണ്. അനധിവിദൂര ഭാവിയിൽ അവിടുന്ന് ന്യായാധിപനായി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ആ സത്യം നാം ഇവിടെ കാണുന്നു. വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ ഈ മഹത്വധാരിയായ യേശുക്രിസ്തുവിനെ ദർശിക്കുമ്പോൾ അംഗപ്രത്യംഗമായി വർണ്ണിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ട് 14-ാമത്തെ വാക്യം മുതൽ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളവും വെള്ള. യേശുക്രിസ്തുവിന്റെ തലയും തലമുടിയെ കുറിച്ച് പറയുന്നുണ്ട്. സമയം ലഭിക്കുമ്പോൾ നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അവിടെ 10-ാം അധ്യായത്തിലൊക്കെ ഇങ്ങനെയൊരു മനുഷ്യപുത്രനോട് സദൃശനായി ഒരുത്തനെ ദാനിയേലും കാണുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ യോഹന്നാൻ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ തലയും തലമുടിയും അത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഇവനെ ഞാൻ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞ് പടയാളികളുടെ കയ്യിലേക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ തലയിൽ നാം എന്താണ് കാണുന്നത്? കൂർത്തുമൂർത്ത മുൾക്കിരീടം അവന്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. കയ്യിൽ കൊടുത്ത കോലെടുത്ത് ആ കിരീടത്തിനെ കടിച്ചപ്പോൾ ഈ കൂർത്ത മുള്ളുകൾ തലച്ചോറിനെ കിഴിച്ച് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവപുത്രൻ വേദനയാൽ പുളകുകയായിരുന്നു. ആ തലയിൽ നിന്ന് രക്തം ധാരധാരിയായി മുഖത്തൂടെ ശരീരത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. ഇതാ പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഈ തലയും ശരീരവും ഒക്കെ രക്തഭിക്ഷക്തനായി നിൽക്കുന്ന യേശുവിനെ നമുക്ക് ദർശിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ അങ്ങനെയല്ല. അവന്റെ തലയും തലമുടിയും നാം വായിച്ചതുപോലെ പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് വാർദ്ധക്യത്തിന്റെ നരയല്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് പ്രായത്തിന്റെ നരയുള്ളവരാ. എനിക്കും പ്രായമുണ്ട്. പലരും ചിന്തിക്കുന്നത് ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാമോ? പ്രായമായില്ലല്ലോ. ഇല്ല, 2 വർഷം കൂടെ കഴിഞ്ഞാൽ ഷഷ്ടി പൂർത്തിയാ. പക്ഷെ ഇതെന്തുകൊണ്ടും വെളുക്കുന്നില്ല. വെളുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വെളുത്തത് കറക്കണമെന്ന് പലരും ആഗ്രഹിക്കുമ്പോൾ കറുത്തത് വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. പക്ഷെ ജന്മം ചെയ്തിട്ട് ഇതങ്ങോട്ട് വെളുക്കുന്നില്ല. അവിടെയും ഇവിടെയും ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഈ നരയെന്ന് പറയുന്നത്, ഈ വെളുപ്പെന്ന് പറയുന്നത് അത് വാർദ്ധക്യത്തിന്റെ നരയല്ല. പിന്നെന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? എന്റെ കർത്താവിന്റെ, നിങ്ങളുടെ കർത്താവിന്റെ നിത്യാസ്തിക്യത്തെ, പൂർവാസ്തിക്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ദർശിക്കുന്നത് നിത്യനായ ഒരു ദൈവമായിട്ടാണ്, പൂർവാസ്തിക്യമുള്ളവനായിട്ടാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പലരും ധരിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തോട് സമനല്ല. പിതാവായ ദൈവം ഈ സൃഷ്ടി മുഴുവൻ യേശുക്രിസ്തുവിലൂടെയാണ് നടത്തിയത്. യേശുക്രിസ്തുവിനെ ആദ്യം സൃഷ്ടിച്ചു, പിന്നീട് യേശുക്രിസ്തുവിലൂടെ ഈ സൃഷ്ടികളൊക്കെ നടത്തിയെന്ന അല്ല. പ്രിയപ്പെട്ടവരെ, അല്ല. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു, കേട്ടോടുക, പിതാവ് നിത്യപിതാവാണെങ്കിൽ ഈ നിത്യപിതാവിന് നിത്യപുത്രൻ ഉണ്ടായിരിക്കണം. അപ്പോൾ യേശുക്രിസ്തു പിതാവിനോട് സമനാണ്. പിതാവ് നിത്യനാണെങ്കിൽ യേശുക്രിസ്തു നിത്യനാണ്. അപ്പോൾ ഈ തലയും തലമുടിയും കാണിക്കുന്നത് അവിടുത്തെ നിത്യാസ്തിക്യത്തെയാണ്. സമയം വളരെ പരിമിതം. വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. ഒരിക്കൽ പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവരോട് പറഞ്ഞു, എന്റെ ദിവസം കാണുമെന്ന് അബ്രഹാം പ്രതീക്ഷിച്ച് കണ്ട് ഉല്ലസിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അങ്ങനെയാണല്ലോ, ഉള്ളത് പറഞ്ഞാൽ പിടിക്കുകയല്ലോ. ഇവർക്കൊട്ടും പിടിച്ചില്ല. ഇവർ യേശുവിനോട് ചോദിച്ചു, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താ? ഞാൻ അബ്രഹാമിന് മുൻപേയുള്ളവൻ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം എന്നാ ജീവിച്ചത്? ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുൻപാണ് അബ്രഹാം ജീവിച്ചത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക.
നോക്കുക. ക്രിസ്തു ജനിക്കുന്നതിനും 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാമിനേക്കാളും മുൻപേ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നാം പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം ആഘോഷിക്കുന്ന നമ്മുടെ കർത്താവായ യേശു നിത്യനാണ്. അവിടുത്തെ നിത്യാസ്തിക്യത്തെയാണ് ഈ പ്രയോഗം വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്, വേഗത്തിൽ പറഞ്ഞു പോകണമല്ലോ, രണ്ടാമത് യേശുവിനെ വിവരിച്ചു വരുമ്പോൾ, യോഹന്നാൻ കണ്ടുവരുമ്പോൾ അടുത്തത് പറയുന്നത് യേശുവിന്റെ കണ്ണിനെ കുറിച്ചാണ്. അവിടുത്തെ കണ്ണിനെ കുറിച്ച് എന്താ പറയുന്നത്? കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്നാണ്. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ കണ്ണ് ആർദ്രതയുള്ള കണ്ണായിരുന്നു. ഈ കണ്ണ് ആർദ്രതയുള്ള കണ്ണായിരുന്നു. ഈ കണ്ണുകൊണ്ട് പിന്മാറ്റക്കാരനായ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഒന്ന് നോക്കിയതേയുള്ളൂ. അവൻ യഥാസ്ഥാനപ്പെട്ടു മടങ്ങി വന്നു. ആ കണ്ണാണ് ഈ കണ്ണ്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ബെഥാനിയയിലെ ലാസറിന്റെ കല്ലറയ്ക്കടുക്കൽ ചെന്ന് ഈ കണ്ണിൽ നിന്നാണ് കണ്ണുനീര് വീണത്. അത് കണ്ണുനീര് വാർത്തതാണ്. തീർന്നില്ല. ഇപ്പോ നാം കേട്ടതുപോലെ കാൽവരിയിലെ കൊലമരത്തിൽ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ മാനവജാതിയുടെ പാപത്തെയും പാപത്തിന്റെ ഫലമായ ന്യായവിധിയെയും ദൈവം തന്റെ പുത്രന്റെ മേൽ കൊടുത്തപ്പോൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓർക്കണം, ഈ കണ്ണിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചില വാക്യങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞു, വായിപ്പിക്കുന്നില്ല, സമയം നമുക്കില്ലല്ലോ. എന്താണ് ഇതിന്റെ അർത്ഥം? നാം എബ്രായലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ആരംഭം ഇങ്ങനെയാണ്. ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്, എല്ലാം ഒന്നും അവന്റെ മുൻപാകെ മറഞ്ഞിരിക്കുന്നില്ല എന്ന്. അങ്ങനെയാ പറയുന്നത്. അതിന്റെ വാക്യം അങ്ങനെ തന്നെ ഞാൻ പറയുന്നില്ല, അതിന്റെ ആശയം അതാ. അവന്റെ മുൻപാകെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് ഈ രാത്രി നമ്മെ സൂചിപ്പിക്കുന്നത് അവൻ